യഥേഷ്ടം ലഭ്യമാകുന്ന ഒരു പോഷകങ്ങളുടെ കലവറയാണ് കപ്പലണ്ടി അഥവാ നിലക്കടല. ഇന്ന് നമുക്ക് നിലക്കടലയുടെ ആരോഗ്യ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഒരു പിടി നിലക്കടല കഴിച്ചാൽ. നിലക്കടലയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ ശരീരത്തെ പലതരത്തിൽ ശക്തിപ്പെടുത്തുന്നു. നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്ന ചെമ്പ്, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 100 ഗ്രാം നിലക്കടലയിൽ ഏകദേശം 24 ഗ്രാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും 16 ഗ്രാം പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. ഈ കൊഴുപ്പുകൾ ഗുണം ചെയ്യുന്ന തരത്തിലുള്ളവയാണ്. ബദാമിനെ അപേക്ഷിച്ച് നിലക്കടലയിൽ ഗുണകരമായ കൊഴുപ്പുകൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ഇവയിലെ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നിലക്കടല മിതമായ അളവിൽ കഴിക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്നു. നല്ല കൊഴുപ്പുകൾ നൽകുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. അമിതമായി കഴിക്കുന്നതിൻ്റെ ദൂഷ്യവശം. കപ്പലണ്ടി അമിതമായി കഴിച്ചാൽ. അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്ന നിലക്കടല അമിതമായി കഴിച്ചാൽ അഥവാ തെറ്റായ രീതിയിലോ കഴിക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. നിലക്കടല എളുപ്പത്തിൽ ദഹിക്കുന്നില്ലെന്ന് ചിലർ പറയുന്നു. കാരണം അവയിൽ ഉയർന്ന അളവിൽ ലെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഈ ലെക്റ്റിൻ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും മറ്റു ഭക്ഷണങ്ങൾ ദഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. മൂലമുള്ള ദഹന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ വീക്കം അല്ലെങ്കിൽ അസ്ഥികളുടെ കേടുപാടുകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. സാധാരണയായി നിലക്കടലയിൽ സോഡിയം അഥവാ ഉപ്പ് കുറവാണ്. എന്നാൽ ഉപ്പിട്ട നിലക്കടലയോ എണ്ണയിൽ വറുത്ത നിലക്കടലയോ കഴിക്കുന്നത് ഉപ്പിൻ്റെ അളവ് വർദ്ധിക്കുന്നു. സോഡിയം ഒരു നിശ്ചിത അളവിൽ കൂടുതലായാൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ അപകട സാധ്യതകൾ കൂട്ടുകയും ചെയ്യും. പോഷകങ്ങളുടെ കലവറയായ നിലക്കടല ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ അമിതമാകരുത് എന്ന് മാത്രം.